നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേൽ മന്ത്രിസഭയിലെ ഭിന്നത രൂക്ഷമാക്കി വെടിനിർത്തൽ കരാർ ചർച്ച. വെടിനിർത്തലുമായി ബന്ധപ്പെട്ട അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചാൽ സർക്കാരിനെ താഴെയിറക്കുമെന്ന് തീവ്ര ദേശീയ പാർട്ടികളിലെ 2 മന്ത്രിമാർ മുന്നറിയിപ്പ് നൽകി. വിജിഎസിസ് സയണിസം പാർട്ടിയുടെ ധനകാര്യമന്ത്രി ബസിലേസ് സ്ട്രോമിച്ച്, ഒൽസം യാഹ്ദീത് പാർട്ടിയുടെ ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെർഗീവർ എന്നിവരാണ് ഭീഷണി മുഴക്കിയത്. ഹമാസിനെ ഇല്ലാതാക്കും മുമ്പ് വെടിനിർത്തൽ കരാർ അംഗീകരിക്കാൻ സാധ്യതയില്ലെന്നാണ് ഇവരുടെ നിലപാട്. ഇത്തരത്തിൽ വെടിനിർത്തൽ അംഗീകരിക്കുകയാണെങ്കിൽ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സർക്കാരിനുള്ള പിന്തുണ അവസാനിപ്പിക്കുമെന്നും ഇവർ വ്യക്തമാക്കി. കരാർ അംഗീകരിക്കുന്നതോടെ ഇസ്രയേലിന് സമ്പൂർണ്ണ പരാജയമാണ് സംഭവിക്കുകയെന്ന് ബെൻഗവീർ പറഞ്ഞു. 2022 തെരഞ്ഞെടുപ്പിൽ 14 സീറ്റുകളാണ് ഇരു പാർട്ടികൾക്കും ഉണ്ടായിട്ടുള്ളത്. നിലവിൽ ഭരണമുന്നണിക്ക് 64 അംഗങ്ങളാണുള്ളത്. ഇരു പാർട്ടികളും പിന്തുണ പിൻവലിച്ച സർക്കാരിന്റെ ഭൂരിപക്ഷം നഷ്ടമാകും. കരാർ നടപ്പാക്കുന്നതിന്റെ പേരിൽ സർക്കാർ വീഴുകയാണെങ്കിൽ തങ്ങൾ പിന്തുണയ്ക്കാമെന്ന് പ്രതിപക്ഷ നേതാവ് യയാർ ലാപിഡ് പറഞ്ഞു. സർക്കാരിന്റെ മറ്റ് വിഷയങ്ങളിൽ യഷ് ആറ്റിഡ് പാർട്ടി പിന്തുണയ്ക്കില്ല. ബന്ദികൾ മരിച്ചു വീഴും മുമ്പ് വെടിനിർത്തൽ കരാർ നടപ്പാക്കണമെന്നും ലാപിഡ് വ്യക്തമാക്കി. പുതിയ നീക്കങ്ങളുടെ പശ്ചാത്തലത്തിൽ യുദ്ധമന്ത്രിസഭ ഉടൻ വിളിച്ചു ചേർക്കണമെന്ന് നാഷണൽ യൂണിറ്റി പാർട്ടി തലവനും മന്ത്രിയുമായ ബെന്നി ഗാറ്റ്സ് പറഞ്ഞു. ഒക്ടോബർ 7 ആക്രമണത്തിന് ശേഷം സർക്കാരിനൊപ്പം ചേർന്ന പാർട്ടിയാണ് നാഷണൽ യൂണിറ്റി പാർട്ടി. അതേസമയം ജൂൺ 8 മുമ്പ് തന്ത്രപ്രധാനമായ തീരുമാനങ്ങൾ എടുത്തില്ലെങ്കിൽ സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുമെന്നും പാർട്ടി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് നിർദ്ദേശിച്ച വെടിനിർത്തൽ കരാർ അംഗീകരിക്കണമെന്ന് ഇസ്രയേലി ബന്ദികളുടെ കുടുംബങ്ങൾ ആവശ്യപ്പെട്ടു. സർക്കാരിലെ തീവ്രവാദികൾ യുദ്ധം നീട്ടിക്കൊണ്ടുപോകാൻ ബന്ദികളെ ബലികൊടുക്കുകയാണെന്നും ഇവർ ആരോപിച്ചു. എന്നാൽ ഹമാസിനെ ഇല്ലാതാക്കും വരെ യുദ്ധം തുടരുമെന്ന് തന്നെയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നിലപാട്. ബന്ദികളെ ഉടൻ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കൂറ്റൻ പ്രതിഷേധ റാലിയാണ് ശനിയാഴ്ച രാത്രി തെല്ലവീവിൽ സാക്ഷ്യം വഹിച്ചത്. 1,00,000-ലധികം പേർ റാലിയിൽ പങ്കെടുത്തുവെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു. ഒക്ടോബർ 7 ആക്രമണത്തിന് ശേഷം ഇസ്രയേലിൽ നടക്കുന്ന ഏറ്റവും വലിയ പ്രതിഷേധ പ്രകടനമായിരുന്നു കഴിഞ്ഞ ദിവസത്തേത്. രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കും ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ അരങ്ങേറി. വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വീണ്ടും തുടങ്ങുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. ജോ ബൈഡന്റെ നിർദ്ദേശങ്ങളിൽ അന്തിമ തീരുമാനത്തിലെത്താൻ ഖത്തർ, ഈജിപ്ത്, അമേരിക്ക എന്നീ രാജ്യങ്ങൾ ഇസ്രയേലിനോടും ഹമാസിനോടും ആവശ്യപ്പെട്ടതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. ബൈഡന്റെ നിർദ്ദേശങ്ങൾ സ്വാഗതം ചെയ്ത് ഹമാസ് രംഗത്ത് വരികയും ചെയ്തു. എന്നാൽ തങ്ങൾക്ക് ഇതുവരെ രേഖാമൂലമുള്ള നിർദ്ദേശമൊന്നും ലഭിച്ചിട്ടില്ലെന്നാണ് ഹമാസ് വക്താവ് ഉസാമ ഹംദാൻ പറഞ്ഞത്. ഇതുവരെ തങ്ങൾക്ക് രേഖാമൂലം ഒന്നും ലഭിച്ചിട്ടില്ല. പറയുന്ന കാര്യങ്ങളാകില്ല രേഖകളായി വരുമ്പോൾ ഉണ്ടാവുക എന്നതാണ് തങ്ങളുടെ അനുഭവം. അതിനാൽ തന്നെ എല്ലാ വിശദാംശങ്ങളോടും കൂടിയ രേഖകൾ പഠിക്കാൻ തങ്ങൾ തയ്യാറാണെന്ന് ഉസാമ ഹംദാൻ കൂട്ടിച്ചേർത്തു. 3 ഘട്ടമായുള്ള വെടിനിർത്തൽ കരാറാണ് ബൈഡൻ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഗാസയിൽ നിന്ന് ഇസ്രയേൽ സൈന്യത്തിന്റെ സമ്പൂർണ്ണ പിന്മാറ്റം, ബന്ദികളുടെ മോചനം, ഗാസയുടെ പുനർനിർമ്മാണം തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ഇതിലുള്ളത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.